ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികളുടെ ആഘോഷങ്ങളിൽ തലയെടുപ്പോടെ ഇന്ന് നിൽക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ബിരിയാണി. ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ദം ബിരിയാണിയാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് തികച്ചും ഡിഫറെൻ്റായ ഒരു ടേസ്റ്റി ചിക്കൻ ബിരിയാണിയാണ്. എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഈ ബിരിയാണിയുടെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ? ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കോളൂ. ഞാൻ ചിക്കൻ ഒരു 1.25 കിലോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി റൈസ്, ബസ്മതി റൈസ് ഞാൻ 2.25 കപ്പ്, ഞാൻ ഈ ഒരു 240 ml കപ്പിലാണ് അളന്നെടുത്തത്. മല്ലിപ്പൊടി വേണം, പിന്നെ ഒരു നാരങ്ങയുടെ നീര് വേണം. ഇനി സവാള, പച്ചമുളക് ഒരു 8-9 എണ്ണം വേണം. ഒരു 3 വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്തതും ഒരു 4 വലിയ സവാള സ്ലൈസ് ചെയ്തതും വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് നെയ്യ് വേണം. കോക്കനട്ട് ഓയിൽ, നെയ്യ്. ഇനി മസാലയാണ്. ബേ ലീഫ് ഉൾപ്പെടെ നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ കച്ചോലം, ഇതെല്ലാം കുറേശ്ശെ വേണം. അതുപോലെ മല്ലിയിലയും പുതിനയിലയും. നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്കറിലോട്ട് വെച്ച് വേവിച്ചെടുക്കണം. ചിക്കന് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഒട്ടും കുറയ്ക്കണ്ട. കാരണം ഈ ചിക്കൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ വെള്ളമാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 2 വിസിൽ കേൾക്കണം. എൻ്റെ കുക്കറിൽ 2 വിസിൽ വേണ്ടി വരും. നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയില്ല, ഒരുപാട് വേകണ്ട. 2 വിസിൽ വെന്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ചൂടായ പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതാണ് ചിക്കൻ്റെ വേണ്ടുന്ന സവാള. അപ്പോൾ നമുക്ക് ഈ പച്ചമുളക് ഞാൻ മാറ്റി വെച്ച ഒരു 7-8 പച്ചമുളക് ഉണ്ടല്ലോ, അതിനെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. സവാള ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ്റെ വിസിൽ കേൾക്കുന്നുണ്ട്. ഇനി ഒരു വിസിലൂടെ ആകുമ്പോൾ അത് ഓഫ് ചെയ്യാം. സവാള ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇതിനെ ചേർക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി വേണ്ട, അതിന് പകരമാണ് പച്ചമുളക് നമ്മൾ ചേർക്കുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ട് ഈ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ചിക്കൻ കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ചിക്കൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ട് ചിക്കൻ മാത്രം ആഡ് ചെയ്യാം. ഈ സ്റ്റോക്ക് ചേർത്താണ് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് കളയരുത്. ഇത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമുക്ക് ഈ സവാളയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഓൾറെഡി കുക്ക്ഡായ ചിക്കൻ ആയതുകൊണ്ട് നമ്മളിനി കൂടുതൽ അതിനായിട്ട് വേവിക്കേണ്ട. പിന്നെ ഇത് ബിരിയാണിയിൽ ഒരു 15 മിനിറ്റ് നമ്മളിനി ഇത് വേവിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ നമ്മൾ കുക്ക് ചെയ്യേണ്ട. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യമുള്ള പാത്രത്തിൽ ഇത് ചെയ്യാം. വിസ്താരമുള്ളതായാൽ കുഴപ്പമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച പട്ടയും ഗ്രാമ്പൂവും ആ ബേ ലീഫും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കഴുകി വാർത്ത് വെച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കണം. കഴുകി ഒന്ന് വാർത്ത് വേണം അരി എടുക്കാനായിട്ട്. അതിനെ നന്നായിട്ട് നമുക്ക് ഈ ഗീയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്യുക. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ 2.25 കപ്പ് അരിയാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. സ്റ്റോക്ക് ഒരു 3 കപ്പേ ഉള്ളൂ. അപ്പം ഞാൻ ബാക്കി വെള്ളം കൂടെ ചേർത്ത് ഒരു 4.5 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്.
ഇത് പോരാ. ഇനി നമുക്ക് അരിയുടെ വേഗം നോക്കിയിട്ട് നമുക്ക് തിളച്ച വെള്ളം വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഓരോ റൈസ് ഓരോ വേഗമാണ്. പിന്നെ ഈ റൈസ് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു ടിപ്പാണ്. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വയ്ക്കാം. ഞാൻ ഉപ്പിടുന്നില്ല, ഓൾറെഡി അതിൽ ഉപ്പുണ്ട്. ഈ വെള്ളം വറ്റുന്നത് വരെയാണ് അതിൻ്റെ ഒരു വേഗ്. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. വെന്തില്ലെങ്കിൽ നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എനിക്കിതിവിടെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി അത് ചിക്കൻ ഇടേണ്ട സമയമാണ്. ആ മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില റൈസ് വേകാൻ താമസമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നിന്ന് വേണം വേവിക്കാനായിട്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മീതെ ആ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചേക്കുന്നതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചെയ്യണം, എന്നാലേ ആ ബിരിയാണിയുടെ ഒരു സ്മെല്ല് വരൂ. അതുപോലെ നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇഷ്ടംപോലെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് നമ്മൾ ഒരു 15 മിനിറ്റ് സിമ്മിലൊന്ന് വേവിച്ചെടുക്കണം. ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. എല്ലാം റെഡി ആയിട്ടുണ്ട്. കൊതിപ്പിക്കുന്നൊരു മണമാണ് കേട്ടോ, നിൽക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്. വീട് മൊത്തം മണക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടവും കൂടെയാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും ഒരു ക്രേസ് തോന്നുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ അല്ലേ? നമുക്കിനി ഇത് ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. തീരെ ഇട്ട് ഇളക്കാതെ നിങ്ങൾ മെല്ലെ ചെയ്താൽ മതി. നമ്മുടെ ടേസ്റ്റി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ ഞാൻ പപ്പടവും ചിക്കൻ ഫ്രൈയും സാലഡും പിക്കിളും പിന്നെ മുട്ട പുഴുങ്ങിയതും ട്രഡീഷണലായിട്ട് തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആയാൽ തന്നെ ബിരിയാണി കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഇത്രയും ഈസിയായ ഈ ചിക്കൻ ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്യാതെ പോകരുത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? എങ്കിൽ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പുതിയ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.